ഏവർക്കും എൻ്റെ വിനയ നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള ടൂറിസം മിനിസ്റ്റർ ശ്രീ PC വിഷ്ണുനാഥ് സാർ സമീപനാളിൽ മൂന്നാർ സന്ദർശിക്കുകയും ലോക ടൂറിസം കേന്ദ്രമായ മൂന്നാറിൽ ടൂറിസ്റ്റുകളെ സഹായിക്കുന്നതിനും അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിനുമായി ഒരു ടൂറിസം പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നു എന്നുള്ള വാർത്ത പത്രങ്ങളിൽ വായിക്കുവാനിടയായി. തീർച്ചയായും വലിയ അഭിനന്ദനമായ ഒരു കാര്യമാണ്. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നവർക്കും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതുമായിട്ട് പോലീസിൻ്റെ ഒരു പദ്ധതി. പക്ഷേ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ പലപ്പോഴും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ചെയ്തു വരുന്ന രീതി എന്ന് പറയുന്നത്, ഒരു പുതിയ പദ്ധതി പോലീസുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുമ്പോൾ നിലവിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ പോലീസിനെ അറ്റാച്ച് ചെയ്യുക, അതിൽ അവിടുത്തെ സ്ട്രെങ്ത് കുറച്ചുകൊണ്ട് അതിങ്ങോട്ട് അറ്റാച്ച് ചെയ്തൊക്കെ ആയിരിക്കും പലപ്പോഴും പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നത്. സാധാരണ ഒരു പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചോളം, അവിടെ ജോലി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം 50 കിലോ ഭാരം എടുക്കാൻ കഴിവുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ 70 കിലോ ഭാരം ഇരിക്കുകയാണ്. ആ സ്ഥാനത്ത് വീണ്ടും അവിടുത്തെ സ്ട്രെങ്ത് കുറച്ചുകൊണ്ട് അത് അവിടെ നിന്ന് ആളെ എടുത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലോഡ്, ജോലി ഭാരം ഇരട്ടിയിലധികം വർദ്ധിക്കുകയാണ്. അതുമാത്രമല്ല, ആ സ്റ്റേഷൻ ലിമിറ്റിലെ സാധാരണക്കാരായ ആൾക്ക് ലഭിക്കേണ്ട സേവനം വേണ്ട രീതിയിൽ സ്ട്രെങ്ത് കുറയ്ക്കുമ്പോൾ കിട്ടാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോടൊക്കെ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത്, പുതിയ പദ്ധതി നല്ലതാണ്, തീർച്ചയായിട്ടും നടപ്പാക്കണം. അത് നടപ്പാക്കുമ്പോൾ അഡീഷണലായ സ്ട്രെങ്ത് അനുവദിക്കുക. ഗവൺമെൻറ്റിൽ നിന്ന് അഡീഷണൽ സ്ട്രെങ്ത് അനുവദിച്ച് നിലവിലുള്ള പോലീസിന് ആളെ എടുക്കാതെ ആ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ വളരെ അഭിനന്ദനമായ കാര്യമാണ്. ഇത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നതിന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഒരു നിവേദനം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏവർക്കും എൻ്റെ നന്ദി.